ഇതിലാണെങ്കിൽ പൊതുവേ ഇന്ന് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനി വിവാഹ നിശ്ചയത്തോട് താല്പര്യമില്ലാത്ത അനി ഒടുവിൽ നിശ്ചയത്തിന് ഏട്ടൻ്റെയും എല്ലാവരുടെയും സങ്കടം കാണാൻ വയ്യാതെ വന്ന് എത്തുകയാണ്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഇതേ സമയമാണെങ്കിൽ അനിയാണെങ്കിൽ മറിച്ച് പിന്നെ ഒന്നും സംസാരിക്കുന്നില്ല. വളരെയധികം സങ്കടവും കാര്യങ്ങളും അനിയുടെ മുഖത്തുണ്ട് എന്ന് കാണാം. ഇതിനിടയിൽ നമ്മുടെ ജ്യോത്സ്യൻ പറയുന്നുണ്ട്, ഇവരുടെ വിവാഹ നിശ്ചയവും വിവാഹമൊക്കെ നടക്കാൻ വളരെ കഷ്ടപ്പാടാണ്, ഒരുപാട് എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതങ്ങനെ പെട്ടെന്നൊന്നും നടക്കുന്ന ഒന്നല്ല എന്ന് പറയുമ്പോൾ, എൻ്റെ തിരുമേനി, നിങ്ങൾ വിചാരിച്ചാൽ നടക്കുമെന്ന് ചിലച്ച പറയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ തിരുമേനിയാണെങ്കിൽ നടക്കാൻ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ വരനെയും വധുവിനെയും വിളിക്കാനായിട്ട് പറയുകയാണ്. അങ്ങനെ അവരതാ അകമ്പടിയോടെ വന്നെത്തുകയാണ്. ഇതേ സമയം കുറേ പ്രശ്നങ്ങളുണ്ടെന്ന് വീണ്ടും പറയുമ്പോൾ, വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ ഒരു വിവാഹം കഴിഞ്ഞ പോലെയല്ലേ എന്ന് മുത്തശ്ശൻ പറയുന്നു. ഇതേ സമയമാണെങ്കിൽ എന്ന് കരുതി വിവാഹം നടക്കണമെന്നില്ല എന്ന് പറയുന്നതും കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അനിയാണെങ്കിൽ വളരെയധികം സങ്കടത്തിലാണ് എന്ന് കാണാം. അങ്ങനെ അത് ആ സമയം വന്നെത്തിയിരിക്കുകയാണ്. വിവാഹ നിശ്ചയത്തിന് മോതിരം മാറുന്ന ആ സമയം. ഇതേ സമയമാണെങ്കിൽ നിർത്ത് എന്ന് പറഞ്ഞുകൊണ്ട് വേണു നമ്മുടെ അനാമികയും കൊണ്ടുവരുന്നു. വേണു, ആവശ്യമില്ലാതെ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നോക്കണ്ട, നീ മര്യാദയ്ക്ക് പോയിക്കോളാൻ പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അപ്പോൾ വേണുവാണെങ്കിൽ സാധ്യമല്ല എന്ന് പറയുന്നതാണ് കാണാൻ സാധിക്കുക. എൻ്റെ മകളെ അങ്ങനെ ഇവൻ ചതിക്കേണ്ട എന്ന് പറയുന്നതും കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെയൊക്കെ നിന്നുകൊണ്ടിരിക്കുന്ന സമയം ആ വാക്ക് തർക്കത്തിലേക്ക് ഒരാൾ കൂടി അപ്രത്യക്ഷമായി കടന്നു വരുന്ന കാഴ്ച, അതായത് നന്ദു വരുന്ന കാഴ്ച കാണാൻ കഴിയും.